ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് മോഡേൺ ഇന്ത്യ സ്പെക്ട്രത്തിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ്, എക്സ്പാൻഷൻ ആൻഡ് കൺസോൾട്ടേഷൻ ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ. ആക്ച്വലി ഇതൊരു വളരെ വലിയൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓരോ ടോപ്പിക്കുകൾ എടുത്തിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് മുഗൾ എംപയർ പരാജയപ്പെട്ടു പോയതെന്നും ബ്രിട്ടീഷുകാരുടെ കടന്നുവരവുമായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഒരു ചാപ്റ്ററിലൂടെ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതും അതിനുശേഷം എങ്ങനെയാണ് ഇവർ ഇവിടെ അധികാരങ്ങൾ നേടുവാനുണ്ടായതെന്നും അതിന് കാരണമായി മാറിയ കുറച്ച് ഫാക്ടേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇമ്പീരിയൽ ബ്രിട്ടൻ്റെ ടോട്ടൽ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 2 ഫേസുകളായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് എംപയർ എന്ന് പറയുന്നത്, അറ്റ്ലാന്റിക് ഓഷ്യനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും ഒക്കെ കീഴ്പ്പെടുത്തിയ ആ ഒരു കാലഘട്ടമാണ്. സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ സെക്കൻഡ് എംപയർ ആരംഭിക്കുന്നത് 1783 പീസ് ഓഫ് പാരീസിൽ നിന്നുമാണ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ അവരുടെ എക്സ്പാൻഷൻ ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് മാറ്റുകയും ഏഷ്യയും ആഫ്രിക്കയും പോലുള്ള റീജിയൻസിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. ബ്രിട്ടൻ്റെ ഈ ഒരു ഇമ്പീരിയൽ ഹിസ്റ്ററി ആരംഭിക്കുന്നത് 16ാം നൂറ്റാണ്ടിൽ അയർലൻഡിനെ പിടിച്ചെടുക്കുന്നതോടുകൂടിയാണ്. ബ്രിട്ടീഷുകാർ ലോകത്തുടനീളമുള്ള പിന്നോക്ക വംശത്തിൽ പെടുന്നുവെന്ന് ബ്രിട്ടീഷുകാർ വിചാരിക്കുന്ന ജനങ്ങളെ സിവിലൈസ് ചെയ്യുക എന്ന ഉത്തരവാദിത്തത്തോടുകൂടി അതവർ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ന്യൂ റോമൻസ് എന്ന നിലയിൽ ബ്രിട്ടീഷേഴ്സ് വളർന്നു വന്നു. ഇപ്പോൾ ഓരോ കാലഘട്ടങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിനകത്തുണ്ടായിരുന്ന ഇമ്പീരിയൽ ഐഡിയോളജികളുടെ നേച്ചറും അവർ നിൽക്കുന്ന പ്ലേസ് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയും സിറ്റുവേഷൻസിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിരുന്നുവെങ്കിലും അവരുടെ ഫണ്ടമെൻ്റൽസ് അവർ ഒരുപോലെ നിലനിർത്തിക്കൊണ്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ് ആക്സിഡൻ്റലി ആണോ അതോ ഇൻറ്റൻഷനലി ആണോ? ഈ ഒരു ചോദ്യം വർഷങ്ങളായി ചരിത്രകാരന്മാർക്കിടയിൽ ഡിബേറ്റിന് കാരണമാകുന്നൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ജോൺ സീലിനെ പോലുള്ള ചരിത്രകാരന്മാരൊക്കെ വിശ്വസിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ വരവ് അത് തീർത്തും ബ്ലൈൻഡ്ലിയും അൺഇൻറ്റൻഷനലിയും ആക്സിഡൻ്റലി ആയിട്ടുണ്ടായ ഒരു കാര്യമാണെന്നതാണ്. അവരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലേക്ക് വന്നത് തീർത്തും കച്ചവടത്തിനായി മാത്രമാണ്. അവർക്കിവിടെ ഒരു ഇന്ത്യൻ ടെറിട്ടറി പിടിച്ചെടുക്കണമെന്നോ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ഒരു എംപയറിനെ സ്ഥാപിക്കണമെന്നോ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. ഇവരുടെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാരായിട്ട് ഇവിടെ ഉണ്ടായ പൊളിറ്റിക്കൽ ടർമോയിൽ കൊണ്ടാണ് അൺവില്ലിംഗ്ലി ആണെങ്കിലും ബ്രിട്ടീഷുകാർ ഇതിലേക്ക് കടന്നു വരേണ്ടി വന്നതെന്നാണ് ഈ ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇതിനെതിരെ ഒരു മറുവാദം കൂടി നിലനിൽക്കുന്നുണ്ട്. അവർ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിലൊരു ലാർജ് ആൻഡ് പവർഫുൾ എംപയറിനെ സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. അവർ ഒരുപാട് വർഷങ്ങളായി ഇന്ത്യയിൽ ചെയ്ത പ്രവർത്തനങ്ങളിൽ കൂടി അവർ അത് നേടിയെടുക്കുകയും ചെയ്തു എന്നാണ് ഈ ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ നമ്മൾ ഇതിനൊന്ന് സൂക്ഷിച്ച് ഈ 2 അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഈ 2 ഗ്രൂപ്പുകളും അവരുടെ ഒപ്പീനിയൻസിനെ ഓവർ സ്റ്റേറ്റിംഗ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തുടക്കത്തിൽ കമ്പനി ഇന്ത്യയിലെ ടെറിട്ടറികൾ അക്വയർ ചെയ്യാൻ തുടങ്ങിയത് അവരുടെ ട്രേഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ട്രേഡിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുമായിരുന്നു. അതിനുശേഷം അവർ മനസ്സിലാക്കി ഇവിടെയുള്ള ലോക്കൽ റൂളേഴ്സിനെയെല്ലാം തമ്മിലടിപ്പിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളത്. അങ്ങനെ ആ ഒരു ഇടപെടലുകളിലൂടെ അവർ ഇവിടുത്തെ പ്രദേശങ്ങളെല്ലാം കീഴ്പ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം ബ്രിട്ടനിലുണ്ടായിരുന്ന പൊളിറ്റീഷ്യൻസിനും ഇവരെ ഇങ്ങോട്ടയച്ച അഡ്മിനിസ്ട്രേറ്റേഴ്സിനും എല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസൈറും പ്ലാനും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ടെറിട്ടറീസിനെ അക്വയർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു എംപയറിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതിന്. ഇവരെ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, ഇവർ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് ഈസ്റ്റേൺ ട്രേഡിൽ നിന്ന് ലഭിച്ചിരുന്ന വളരെ വലിയൊരു പ്രോഫിറ്റ് തന്നെയായിരുന്നു. ഇന്ത്യയിലെ വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന വലിയൊരു പ്രോഫിറ്റും ലാഭവും, കൂടാതെ ബ്രിട്ടനിൽ അന്നുണ്ടായിരുന്ന ക്യാപിറ്റലിസ്റ്റുകളുടെ ദുരാഗ്രഹങ്ങളും, കൂടാതെ യൂറോപ്പിൽ അന്നുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ വന്ന മാറ്റങ്ങളും, ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്വാധീനങ്ങൾ ബലപ്പെടുത്തുവാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ അവരുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇവിടെ യുദ്ധങ്ങൾ നടത്തുകയും ചെയ്തു. കൂടാതെ ഇന്ത്യയിലെ ഇവരുടെ അലയൻസിനെ മറ്റുള്ളവർ ആക്രമിക്കുന്നതിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BL ഗ്രൂവർ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ഭരണത്തെപ്പറ്റി പറയുന്നത് അവർ റഷ്യ, ഫ്രാൻസ് ഒക്കെ ചെയ്തിരുന്ന ഇമ്പീരിയലിസ്റ്റിക് ഡിസൈൻസിനെതിരായിട്ട് ഒരു ഡിഫൻസ് കൗണ്ടർ മെഷർ എന്ന രീതിയിലാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഡൊമൈനിലേക്ക് സബ്സിഡറി അലയൻസ് സിസ്റ്റം അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ എക്സ്റ്റെൻഡ് ചെയ്തത് എന്നാണ്. 1798 മുതൽ 1818 വരെ ബ്രിട്ടീഷിൻ്റെ മോട്ടീവ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും
അത് ഇവിടെ ഒരു സാമ്രാജ്യത്വം കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമങ്ങൾ തന്നെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് എന്ന്. പിന്നീട് ലോർഡ് വെല്ലസ്ലിയുടെ ഈ പോളിസികൾ മുൻപോട്ട് നയിച്ചത് ലോർഡ് ഹാസ്റ്റിങ്സ് ആയിരുന്നു. അവർ ഇന്ത്യയെ കണ്ടിരുന്നത് ഒരു അക്വൈർഡ് ടെറിട്ടറി എന്നതിന് പകരമായി അവർ കോൺകർ ചെയ്ത, അവർ പിടിച്ചെടുത്തൊരു സ്ഥലമായിട്ടാണ്. പിന്നീട് അവർ നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയുടെ സമീപത്തുള്ള മറ്റ് സ്റ്റേറ്റുകളെയും കൂടി പിടിച്ചെടുക്കുകയും കോൺകർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെ ആയിരുന്നു. ഇതുപോലെ തന്നെ ചരിത്രകാരന്മാർക്കിടയിൽ ഡിബേറ്റ് നടക്കുന്ന മറ്റൊരു കാര്യമാണ് എന്നാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് പീരീഡ് ആരംഭിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പുതിയൊരു ഡയറക്ഷനിലേക്ക് നയിച്ച ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒത്തിരി അനേകം ഫോഴ്സുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില ചരിത്രകാരന്മാർ 1740 എന്നാണ് പറയാറുള്ളത്. കാരണം ആ സമയത്തായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രാൻസും തമ്മിൽ ഒരു സുപ്രീമസിക്ക് വേണ്ടിയുള്ള സ്ട്രഗിൾസ് എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ട്രഗിളിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യൂറോപ്പിൽ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷനെ തുടർന്നിട്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ മറ്റ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് 1757 നടന്ന ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ബംഗാളിലെ നവാബിൻ്റെ പരാജയപ്പെടലോടുകൂടിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ യുഗം ആരംഭിക്കുന്നത് എന്നാണ്. എന്നാൽ മറ്റ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ മറാത്താസിനെ അഹമ്മദ് ഷാ അബ്ദാലി പരാജയപ്പെടുത്തുന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ യുഗം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ക്രോണോളോജിക്കൽ ലാൻഡ്മാർക്കുകളെല്ലാം തന്നെ പക്ഷേ ഏകപക്ഷീയമാണ്. കാരണം അക്കാലത്ത് ആരംഭിച്ച ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ എല്ലാം തന്നെ പൂർത്തിയാകുന്നത് ഏകദേശം 80 വർഷങ്ങൾ കൊണ്ടാണ്. ഉദാഹരണത്തിന് നമ്മൾ 1760 എന്നുള്ള വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ബംഗാളിലെ നവാബിന് മേലെയും ഫ്രഞ്ചുകാർക്കും മുകളിൽ ഒരു വിജയം കൈവരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ആ സമയത്ത് മറാത്താസിനെയും ഹൈദരാലിനെയും നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇവരുടെ മേലെ വിജയം വരുത്തുവാനായിട്ട് ബ്രിട്ടീഷേഴ്സിനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു പീരീഡിനെ നമുക്ക് പല രീതിയിലായിട്ട് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്കറിയാവുന്ന അറിവുകൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല. മിസ്റ്റേക്കുകൾ കടന്നു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏത് സാഹചര്യത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സക്സീഡ് ആയതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അവർ നേരിട്ട പല പ്രശ്നങ്ങളും അത്ര ഗൗരവമുള്ളത് ആയിരുന്നില്ല. ഇന്ത്യയിലൊരു എംപയർ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് അവർക്ക് വിജയകരമായതും ഈ ഒരു പാരഡോക്സ് ഒക്കെ തന്നെയാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ സക്സസ് ആകാനുള്ള കാരണങ്ങളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലൊരു ബ്രിട്ടീഷ് പവറിൻ്റെ എക്സ്പാൻഷനും കൺസോൾട്ടേഷനും എല്ലാം ആരംഭിക്കുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ടോളം എടുത്തിട്ടാണ്. ഈ ഒരു സമയം അവർ ഒരുപാട് ഡിപ്ലോമാറ്റിക്കും മിലിറ്ററി ടാക്ടിക്സും ഉപയോഗിച്ചുകൊണ്ട് അവർ അവസാനം ഇന്ത്യയുടെ അധികാരങ്ങൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങൾക്ക് മേലെ ഇതുപോലെ യുദ്ധങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് പോളിസികളും ഉപയോഗിച്ചുകൊണ്ട് അവർ ഓരോ കിങ്ഡംസിന് മേളിൽ അധികാരങ്ങൾ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ എല്ലാം അവസാനം ഇത് ഇന്ത്യ മുഴുവനായിട്ട് അവരുടെ അധികാരത്തിന് കീഴിലേക്ക് എത്തുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുവാനായി ഇവിടുത്തെ റീജിയണലായിട്ടുണ്ടായിരുന്ന റൂളേഴ്സിനെയെല്ലാം യാതൊരു ദയയുമില്ലാതെ അവർ ചൂഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ബ്രിട്ടീഷിൻ്റെ ഇന്ത്യയിലുള്ള വിജയത്തിന് കാരണമായിട്ടുള്ള കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണമാണ് അവരുടെ സുപ്പീരിയർ ആർമിയും മിലിറ്ററിയും കൂടാതെ സ്ട്രാറ്റജീസും. ബ്രിട്ടീഷുകാർ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫയർ ആംസ്, അത് ക്യാനൺസ് ആണെങ്കിലും മസ്കറ്റ്സ് ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഇന്ത്യക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫയർ ആംസിനേക്കാളും ഫാർ സുപ്പീരിയർ ആയിരുന്നു. അതിൻ്റെ ഫയറിംഗ് റേഞ്ച് ആണെങ്കിലും വേഗതയുടെ കാര്യത്തിലുമൊക്കെ അവരുടെ ഫയർ ആംസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമറിനേക്കാളും ഫാർ സുപ്പീരിയർ ആയിട്ടുള്ളത് ആയിരുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഇന്ത്യൻ ഭരണാധികാരികൾ യൂറോപ്പിൽ നിന്ന് ആയുധങ്ങളും ഇന്ത്യൻ പട്ടാളക്കാരെ ട്രെയിൻ ചെയ്യാനായിട്ട് യൂറോപ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ബ്രിട്ടീഷ് മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാരുമായിട്ട് ഇന്ത്യൻ മിലിറ്ററി ഓഫീസേഴ്സിനെ നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഈ ഒരു ഒറിജിനാലിറ്റി ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓഫീസേഴ്സും ആർമിയും എല്ലാം അവരുടെ ആർമി ഓഫീസേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വെറും ഇമിറ്റേറ്റേഴ്സ് മാത്രമായിട്ടേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആർമിയുടെ ബെറ്റർ മിലിറ്ററി ഡിസിപ്ലിനും റെഗുലർ സാലറിയും ഒക്കെയാണ്. ഇംഗ്ലീഷ് ആർമി ട്രൂപ്സും ഓഫീസേഴ്സിനും എല്ലാം അവർ വളരെ ലോയലായിരുന്നു. അതിന് പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് റെഗുലറായിട്ട് സാലറീസും പേയ്മെൻറ്റുകളും എല്ലാം ലഭിച്ചിരുന്നു. കൂടാതെ ഒരു സ്ട്രിക്റ്റ് റെജീം ഓഫ് ഡിസിപ്ലിനൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണാധികാരികൾ ഇവർക്ക് പേയ്മെൻറ്റ്സ് ഒക്കെ തോന്നിയതുപോലെയായിരുന്നു ഇന്ത്യൻ പട്ടാളക്കാർക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പം മറാത്താസൊക്കെ ട്രൂപ്സിന് സാലറി നൽകാനായിട്ട്
അവരുടെ മിലിറ്ററി ക്യാമ്പയിൻസിനെ തന്നെ റവന്യൂ കളക്ട് ചെയ്യാനായിട്ട് വിട്ടിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ത്യൻ ഭരണാധികാരികൾ ആശ്രയിച്ചിരുന്നത് വെറും പണത്തിനായിട്ട് മാത്രം ജോലി ചെയ്യുന്ന യാതൊരു അച്ചടക്കവും ഇല്ലാതിരുന്ന കൂലിപ്പടയാളികളെയാണ്. ഇനി ഒപ്പണൻസിൽ നിൽക്കുന്നവർ കൂടുതൽ പണം എന്ന് നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ എത്തിക്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ പോവുകയും ചെയ്യും. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സിവിൽ ഡിസിപ്ലിനും ഫെയർ സെലക്ഷനും ഒക്കെയാണ്. ഇപ്പോൾ കമ്പനി ഓഫീസേഴ്സും ട്രൂപ്സുമൊക്കെ അവരുടെ സ്ഥാനങ്ങളും അധികാരങ്ങളും ലഭിച്ചിരുന്നത് അവരുടെ കഴിവനുസരിച്ചാണ്. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരെ MLA-മാരെ MP-മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ യാതൊരു കഴിവും ഇല്ലാത്ത മെജോറിറ്റി, എല്ലാവരും കഴിവില്ലാത്തതെന്ന് പറഞ്ഞാൽ മെജോറിറ്റി അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷത്തോളം വരുന്ന ആൾക്കാരും യാതൊരു കഴിവുമില്ലാതെ അച്ഛൻ ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പും വെച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ അന്നും പട്ടാളത്തിലോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്തിക്കൊണ്ടിരുന്നത്. ഇവർ യാതൊരു കഴിവും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇവരെ പരാജയപ്പെടുത്തുക എന്നുള്ളതും നാട് നശിക്കുക എന്നുള്ളതുമൊക്കെ വളരെ സാധാരണമായിട്ട് നടന്ന കാര്യമായിരുന്നതുകൊണ്ടും ബ്രിട്ടീഷുകാരെല്ലാം ഇങ്ങനെ ഈ ഒരു പരിപാടി ഫോളോ ചെയ്യാതെ കഴിവുള്ളവരെ വെച്ചതുകൊണ്ടും അവർക്ക് നല്ല ബെറ്റർ ആർമിയും ഡിസിപ്ലിനും അതുകൂടാതെ തന്നെ ഒരു ഫെയർ സെലക്ഷൻ സിസ്റ്റവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഈ ഒരു പോയിൻ്റ് എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ആ സമയത്ത് കാസ്റ്റ് നോക്കും, ക്ലാൻ നോക്കും, അതുകൂടാതെ തന്നെ പേഴ്സണൽ റിലേഷൻഷിപ്പ് നോക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ഹെറിഡിറ്ററി ആയിട്ടുള്ള സ്ഥാനങ്ങൾ നോക്കിയിട്ടാണ് ഒരാൾ ഓരോ സ്ഥാനങ്ങളിലേക്ക് അന്ന് എത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ എത്തുന്നവരെ പരാജയപ്പെടുത്തുവാനായിട്ട് വളരെ ട്രെയിൻഡും കഴിവും ഉള്ള ആർമി വരുന്ന സമയത്ത് ഈസി ആയിട്ട് ഇവരെ പരാജയപ്പെടുത്തും. ഇത് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പോകാം. നാലാമത്തെ കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കിടയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈൻ ലീഡേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ മുൻനിരയിൽ നിന്ന് നയിക്കുവാനായിട്ട് വളരെ ബ്രില്യൻറ്റ് പേഴ്സണാലിറ്റികളുണ്ടായിരുന്നു. റോബർട്ട് ക്ലൈവ്, വാറൻ ഹേസ്റ്റിങ്സ്, എൽഫിൻസ്റ്റോൺ, മുൺറോ, മാർക്കസ് ഓഫ് ഡെൽഹൌസി തുടങ്ങിയ ആൾക്കാരൊക്കെ. ഇത് കൂടാതെ തന്നെ ഇവർക്ക് വളരെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ സാർ ഐറേ കൂട്ട്, ലോർഡ് ലേക്ക്, ആർതർ വെല്ലസ്ലി തുടങ്ങിയ ആൾക്കാരെല്ലാം തന്നെ ഇവരെല്ലാം തന്നെ ഫൈറ്റ് ചെയ്തിരുന്നത് അവരുടെ ലീഡേഴ്സിന് വേണ്ടി ആയിരുന്നില്ല, പകരം അവരുടെ രാജ്യത്തിൻ്റെ ഗ്ലോറിക്ക് വേണ്ടിയായിരുന്നു. ഇന്ത്യൻ സൈഡ് നോക്കുകയാണെങ്കിലും ഇന്ത്യൻ സൈഡിലും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവ ഹൈദർ അലി, ടിപ്പു സുൽത്താൻ, കിലിച്ച് ഖാൻ, അതുപോലെ തന്നെ മാധവറാവ് സിന്ധ്യ, യശ്വന്ത്റാവ് ഹോൾക്കർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവരില്ലാതിരുന്ന സമയത്ത് ഏറ്റെടുക്കുവാനൊക്കെ ആയിട്ട്. എന്നാൽ ഇന്ത്യൻ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു സെക്കൻഡ് ലൈൻ ലീഡേഴ്സൊന്നും ഇന്ത്യൻ സൈഡിൽ ഉണ്ടായിരുന്നില്ല. ഇത് കൂടാതെ ഇവർക്ക് ഇന്ത്യ എന്ന രാജ്യമെന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പോലെ തന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ ജയിക്കുവാനായിട്ട് പലപ്പോഴും ബ്രിട്ടീഷുകാർ ഇവർ കൂട്ടുപിടിക്കുകയും ചെയ്തു. അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ ബാക്കപ്പ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടുന്ന ഡിവിഡൻസ് നൽകുവാനും കൂടാതെ ഇന്ത്യയിൽ നടക്കുന്ന യുദ്ധങ്ങൾ അതിനു വേണ്ടിയുള്ള പണം നൽകുവാനും ഇവർക്ക് ലോകത്തുടനീളമുള്ള കച്ചവടത്തിൽ നിന്നും ഈ ബ്രിട്ടീഷുകാർ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കടലിന് മേലെയുള്ള ആധിപത്യമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സമ്പത്തും മെറ്റീരിയൽസും മെന്നുമെല്ലാം അവർക്ക് എത്തിച്ചേരുവാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്തു. ആറാമത്തെയും അവസാനത്തെയും കാര്യമാണ് നാഷണലിസ്റ്റിക് പ്രൈഡ് എന്നുള്ളത്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ അവരവരുടെ നാഷണൽ ഗ്ലോറിയിൽ വളരെ പ്രൗഡായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ കൂടുതലും മെറ്റീരിയൽ അഡ്വാൻസ്മെൻറ്റിലൊക്കെ വിശ്വസിച്ച് പോകുന്നവരുന്നവരായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ വളരെ വീക്കും അവരുടെ ഇടയിൽ തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഒരു യൂണിഫൈഡ് അല്ലാത്ത പൊളിറ്റിക്കലി ഒരു നാഷണലിസം ഒന്നും ഇല്ലാതിരുന്ന അക്കാര്യത്തിലൊക്കെ വളരെ പുറകിലായിട്ടുണ്ടായിരുന്ന ഒരു ജനതയായിരുന്നു ഇന്ത്യ എന്നുള്ളത്. അല്ലെങ്കിൽ അന്ന് ഞാൻ പറയുന്നത് 18th സെഞ്ച്വറിയിലും 17th സെഞ്ച്വറിയിലും അപ് ടു കുറേ കാലത്തേക്ക് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച കാലത്തുണ്ടായിരുന്ന, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ച മുഴുവൻ കാലമെന്ന് ഞാൻ പറയുന്നില്ല, ബ്രിട്ടീഷുകാർ അധികാരം കൈയടക്കാൻ നോക്കിയ സമയത്ത്, ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് അധികാരം എത്തിച്ചേർന്ന സമയത്ത് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ജനങ്ങളുടെ അല്ലെ വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് വലിയ രീതിയിലുള്ള നാഷണലിസ്റ്റ് പ്രൈഡോ അല്ലെങ്കിൽ യൂണിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരെന്നുള്ള ചിന്തയോ അങ്ങനെയൊന്നുമില്ല എന്ന്. അവിടെ ചോദിക്കുമ്പോൾ നീ ആരാ? ഞാൻ ട്രാവൻകൂറുകാരൻ. നീ എവിടുത്തെ ആരാ? ഞാൻ മൈസൂറുകാരൻ. നീ എവിടുത്തെ? ഞാൻ രാജ്പുത്തിലുള്ള. അപ്പോൾ ഇങ്ങനെ ഒരു ഡിവൈഷൻ അല്ലെങ്കിൽ ഞാൻ വലിയ രീതിയിലുള്ള റിലീജിയൻ, കാസ്റ്റ്, ക്ലാന് അങ്ങനെയുള്ളൊരു വലിയ രീതിയിലുള്ള ഡിവിഷൻ വെച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള നാഷണലിസ്റ്റ് പ്രൈഡും ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നില്ല അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ ഗ്ലോറിയിൽ അവർ വലിയ രീതിയിൽ പ്രൗഡായിട്ടുണ്ടാകുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ വലിയൊരു ചാപ്റ്ററാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ്
നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾ എൻ്റെ അടുത്തൊക്കെ പറയുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.